ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിറ്റ്സ് ഓൺലൈൻ. നിറ്റ്സ് ഓൺലൈൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. തംബ്നെയിലിൽ കണ്ടതുപോലെ നമ്മളൊരു ചെറിയ കിളിയെ മേടിക്കാനായിട്ട് പോവുകയാണ്. പോകുന്ന സ്ഥലം കൊല്ലത്താണ്. കൊല്ലത്തൊരു ഫാമിലാണ് പോകുന്നത്, ഹെവൻലി ബേർഡ്സ് ഫാം എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ കൂടെ അപ്പൂസും ഉണ്ട്. അപ്പൂസാണ് എൻ്റെ കൂടെ വരുന്നത്. അപ്പൂസും വീഡിയോ എടുക്കുന്നുണ്ടല്ലോ. നമ്മളിപ്പോൾ കഴക്കൂട്ടത്തെത്തി. സമയം 8:30 അല്ല 9 മണിയായി. 8:30 പോകണമെന്നുണ്ടായിരുന്നു. 9:30 ആയി. 8:30 പോകണമെന്നാണ് ഉണ്ടായിരുന്നത്, വെയിലൊക്കെ വരുന്നതിന് മുമ്പേ. പക്ഷേ ഉറങ്ങിപ്പോയി. ഇനി നേരെ അവിടെ ചെന്നിട്ട് നമുക്ക് വിശേഷങ്ങൾ കാണാം. അങ്ങനെ നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പുറത്തുനിന്ന് തന്നെ കുറച്ച് ബേർഡ്സിനെയൊക്കെ കാണാം. നമുക്ക് ഇടയ്ക്കൊന്ന് വഴി വെച്ചു കേട്ടോ. ഗൂഗിൾ മാപ്പ് പറ്റിച്ചതല്ല, ശരിക്കും ഗൂഗിൾ മാപ്പ് നോക്കാതെ നമ്മൾ നേരെ വെച്ച് പിടിച്ചതാണ്. ആലപ്പുഴ എത്തിയിട്ടേ അറിയുള്ളായിരുന്നു. അതിനിടയ്ക്ക് ഗൂഗിൾ മാപ്പൊന്ന് നോക്കി. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി. അകത്തൊന്നും കയറിയിട്ടില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവരുടെ ടെറസ് പോർഷനിലാണ്. ടെറസിൽ കുറച്ച് കൂടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ചേട്ടൻ കുറച്ച് ബിസിയാണ്. എനിക്ക് തോന്നുന്നു വേറെ ഏതോ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്ത്. അപ്പോൾ നമുക്ക് ഈ ബേർഡ്സിനെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ചേച്ചി നല്ല ചായയൊക്കെ ഇട്ട് ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇതുവരെ ഏത് ബേർഡിനെയാണ് വാങ്ങാൻ പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. നമ്മൾ വാങ്ങാൻ പോകുന്നത് കൊണൂർ വിഭാഗത്തിൽപ്പെട്ട പൈനാപ്പിൾ കൊണൂർ എന്ന് പറയുന്നൊരു ബേർഡിനെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് അത് മേടിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ അതിനെ നമുക്ക് ഇണക്കി വളർത്താനായിട്ട് പറ്റും. കൂട്ടിലൊന്നും അടച്ചിടണമെന്നില്ല. നമ്മുടെ വീട്ടിൽ നിങ്ങൾ ചില ചാനൽസിൽ ഇപ്പോൾ മിക്ക യൂട്യൂബ് ചാനൽ എടുത്താൽ അതിൽ ബേർഡിനെ ഹാൻഡ് ഫീഡ് ചിക്സിനെ മേടിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് ഇൻസ്പയർ ആയാണ് ഞാനും വാങ്ങാനായിട്ട് പുറപ്പെട്ടിരിക്കുന്നത്. നമ്മളെടുക്കുന്നതും വളരെ ചെറിയ സൈസാണ്. കാരണം ചെറിയ സൈസിലെടുത്താൽ മാത്രമേ നമുക്ക് അതിന് ഫീഡൊക്കെ കൊടുത്ത് മെരുക്കി ഇണക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഒരു വെറൈറ്റി തന്നെ ഒരുപാട് ഇനങ്ങളുണ്ട്. പൈനാപ്പിൾ കൊണൂറുണ്ട്, ഗ്രീൻ ചീ കൊണൂറുണ്ട്, സൺ കൊണൂറുണ്ട്. എനിക്കൊന്ന് സൺ കൊണൂറിനൊക്കെ കുറച്ച് റേറ്റ് കൂടുതലാണ്. പറയാൻ സമ്മതിക്കില്ലോട്ടോ, ഭയങ്കര ബേളാണ് ഇവിടെ. സൺകൊണൂറിന് കുറച്ച് റേറ്റ് കൂടുതലാണ്. പൈനാപ്പിൾ കൊണൂർ പൊതുവെ റേറ്റ് കുറച്ച് കുറവാണ്, നമുക്ക് അഫോർഡബിളുമാണ്. അതുകൊണ്ടാണ് അതിനെ വാങ്ങാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സുചേട്ടൻ ഞാൻ നേരത്തെ പറഞ്ഞാൽ കുറച്ച് ബിസിയാണ്. വീഡിയോ എടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് താഴോട്ട് പോയിരിക്കുകയാണ്. ഇവിടെ മോൾ ടെറസ് പോർഷനിലെ ലവ് ബേർഡ്സും താഴെയാണ് കൊണൂറും കാര്യങ്ങളും എല്ലാം. ഒന്ന് കുരയ്ക്കുമോ? ചേണ്ടയിൽ ബേർഡ്സ് മാത്രമല്ല, ചെറിയ രീതിയിൽ ഷ്രിമ്പും കൂടി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ സുജിച്ചേട്ടൻ. സുജിച്ചേട്ടൻ ഇപ്പോഴാണൊന്ന് ഫ്രീ ആയത്, എല്ലാ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട്. സുജിച്ചേട്ടൻ, അപ്പോൾ എനിക്ക് തരാൻ വെച്ചിരിക്കുന്ന കിളി ഏതാണ്? അടുത്ത് വന്നു. ഇതാണ് പൈനാപ്പിൾ കൊണൂർ, ഞാൻ പറഞ്ഞ കിളി. ചേട്ടാ, ഇതിനെ പറ്റിയിട്ട് കുറച്ച് പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ഒന്ന് ഓഡിയൻസിന് ഒന്ന് പറയാം. ഇത് നമ്മുടെ ഗ്രീൻ ചീക്കിൻ്റെ ഒരു വെറൈറ്റിയിൽ പെട്ടയാണ്. നമ്മുടെ ഗ്രീൻ ചീക്ക് കൊണൂറിൻ്റെ തന്നെ ഒരു വേരിയേഷനാണ് ഈ പൈനാപ്പിൾ കൊണൂർ. ചെറിയ കൊണൂറാണ്. ഇവർ 10 മാസത്തിൽ മെച്ചൂറാവും. പേരൻസ് നോക്കുവാണെങ്കിൽ 60 ദിവസമാണ് ഇവർ നെസ്റ്റ് ഔട്ട് ആകാനുള്ള സമയം. പക്ഷെ നമ്മൾ ഫീഡ് ചെയ്യുന്നുണ്ട് അതിൽ കൂടുതൽ ദിവസം എടുക്കാം. ഇവർ തന്നെ കഴിക്കാൻ കുറച്ച് താമസം വരും, നമ്മൾ ഫീഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ ചേട്ടനൊന്ന് കാണിച്ചു തരാമോ? ഫീഡ് ചെയ്യുന്നത് നമ്മൾ ഹാൻഡ് ഫീഡിങ് ഫോർമുലയാണ് കൊടുക്കുന്നത്. നമുക്ക് 3 രീതിയിൽ കൊടുക്കാം ഹാൻഡ് ഫീഡിങ് ഫോർമുല. ഇത് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് സ്പൂൺ വഴി കോരി കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് സിറിഞ്ച് വെച്ച് അതിൻ്റെ വായിലേക്ക് നമുക്ക് പതുക്കെ കൊടുക്കാം. അല്ലെങ്കിൽ ക്രോപ്പ് നീഡിൽ വെച്ച് ക്രോപ്പിനകത്തേക്ക് കയറ്റി ഇഞ്ചെക്ട് ചെയ്യാം. പക്ഷേ ക്രോപ്പ് നീഡിൽ വെച്ച് കൊടുക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമ്മളോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് കുറയും. കാരണം നമ്മൾ സ്പൂണിൽ കോരി കയ്യിലൊക്കെ എടുത്ത് വെച്ച് സ്പൂണിൽ കോരി കൊടുക്കുന്നതും ഇതിനെ ചുമ്മാ പൊക്കിയെടുത്ത് ഇതുപോലും അറിയുന്നില്ല. ക്രോപ്പിനകത്തേക്ക് പോകുന്നു, നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കും, എടുത്ത് മാറ്റുന്നു, അത്രയേ ഉള്ളൂ. അതാണ് പണി എളുപ്പം. നമ്മളോടുള്ള അറ്റാച്ച്മെൻറ്റ് കുറയും. ഓക്കെ, ഇതിപ്പോൾ എത്ര മാസം എത്ര ദിവസം? 30-35 ദിവസം. 35 ദിവസം. ഇത് എത്ര നേരം ഫീഡ് ചെയ്യണം? ഇതൊരു 4 നേരം ഫീഡ് ചെയ്യണം. പിന്നെ വളരുന്നതനുസരിച്ച്
കുറച്ച് കൊണ്ടുവരാം. നമ്മൾ പിന്നെ ആ സമയം കൊടുക്കുന്ന സമയം കുറച്ച്. എൻ്റെ കയ്യിലിരിക്കുകയാണ്. വസുവിന് എന്തായാലും ഒരു സർപ്രൈസാണ്. വസുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല കിളിയെ വാങ്ങുന്ന കാര്യം. ചെല്ലുമ്പോൾ പുള്ളിക്കാരൻ വളരെ സന്തോഷത്തിലായിരിക്കും. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കൂട് കണ്ടല്ലോ, നമ്മുടെ പുതിയ കൂട്. ആ കൂട്ടിലിടാനായിട്ട് ഒരു 2 പേർ ലവ് ബേർഡ്സും കൂടി ചേട്ടൻ്റെ നമ്മൾ മേടിക്കുന്നുണ്ട്. നമ്മൾ റിങ് ഇടുന്നത് ഒരു കട്ട് റിങ് ആണ്. കട്ട് റിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞിനെ ഇച്ചിരി ഒരു പരുവായി മുമ്പ് ഇടുന്നതാണിത്. ഈ റിങ് ഇടുന്ന ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ DNA എടുക്കുന്ന സമയത്ത് ഇതിനകത്തുള്ള ഈ നമ്പറാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ വരുന്ന DNA സർട്ടിഫിക്കറ്റും ഇതും ഇതിൻ്റെ തന്നെ ആണെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ റിങ് ഇടുന്നത്. ചേട്ടാ എത്ര മാസം നമുക്ക് DNA എടുക്കാൻ പറ്റും? DNA തൂവലൊക്കെ വന്ന് തൂവൽ പറിക്കാമെന്ന് വരുമ്പോഴത്തേക്ക് എടുക്കാൻ പറ്റും. തൂവൽ അയച്ചു കൊടുത്താണ് നമ്മൾ DNA എടുക്കുന്നത്. കാതുകുത്തെന്നൊക്കെ പറയും പോലെ നമ്മുടെ കടുക്കനിടുകയാണ്. നമുക്ക് ഇതിൻ്റെ പ്രത്യേക പ്ലെയർ വാങ്ങിക്കാൻ കിട്ടും. അതായത് ഒരേ റിങ്ങിൻ്റെ സൈസിലുള്ള പ്ലെയർ ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ നമ്മൾ നോർമൽ പ്ലെയർ വെച്ച് തന്നെയാണ് ഇടുന്നത്. ചേട്ടൻ നമുക്ക് ചേട്ടൻ്റെ പ്രിയപ്പെട്ട കുറച്ച് ലവ് ബേർഡ്സിനെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഫൈറ്റ് കൂട്ടിനകത്ത് ഇട്ടിരിക്കുന്ന ബേർഡ്സിനെ തന്നെയാണ് നമുക്ക് തരുന്നത്. പിടിക്കാൻ കുറച്ച് പാടാണ്. ഇത് ഹാൻഡ് ഫീഡ് സൈസാണ്. ലവ് ബേർഡ്സ് തന്നെയാണ്. ലവ് ബേർഡ്സിൽ ഹാൻഡ് ഫീഡ് സൈസ്. ഈ പശ വേണോ? 1500 ലവ ടിൻഡു കൊടുത്തു. ഇപ്പോൾ മാസ്ക് നമ്മുടെ കയ്യിൽ അത് വെറും ചെറുതാട്ടോ. അങ്ങനെ നമുക്ക് നമ്മുടെ ലവ് ബേർഡ്സും കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. നമ്മളങ്ങനെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇനി ലവ് ബേർഡ്സിനെ നമുക്ക് ഫസ്റ്റ് കൂട്ടിലകത്തോട്ടാക്കാം. ഇങ്ങനെ പ്രത്യേകം ബസ്സു ഇന്നത്തെ ഒരു സാധനമുണ്ട്. പറഞ്ഞു പോവില്ലേ കണ്ണട? കണ്ണടയ്ക്കണം. കണ്ണ് ഞാൻ പറഞ്ഞിട്ട് തുറക്കാവൂ. ഞാൻ പറഞ്ഞിട്ട് തുറക്കാം. അയ്യോ കൈയൊന്നുമില്ല. ഇവിടെ കൈ ഇരിക്കണം. കൊള്ളാമോ? ഇഷ്ടപ്പെട്ട? തോളിക്കയറി ഇരിക്കൂല. തോളിക്കയറി ഇരിക്കാൻ സമയമുണ്ട്. ഇനി ഇത് കുഞ്ഞു തത്ത. ഇതിന് നമ്മൾ ഫുഡൊക്കെ കൊടുത്ത് വലുതാക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. കാരണം ഇനി ഒരുപാടായ ബോറാവും. നമുക്കിനി ഇതിന് ഫീഡൊക്കെ കൊടുത്ത് ഒന്ന് കൂടൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ഞാൻ എന്തായാലും ഇതിൻ്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഒന്നും മിസ്സാവാതെ നിങ്ങൾ കാണണം. മിസ്സാകാതിരിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഇനേബിൾ ചെയ്യുക. പിന്നെ നമ്മൾ ആശാനാണോ ആശാത്തിയാണോ നമുക്കറിയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു പേര് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക എന്ത് പേരാണെന്ന് വെച്ചാൽ. എല്ലാവരുടെ അഭിപ്രായം മാനിച്ചായിരിക്കും നമ്മൾ ഇവന് പേരിടാൻ പോകുന്നത്. അപ്പോൾ ഇത്രയുള്ള നമ്മളെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള രസകരമായ ഫുൾ പറയട്ടെ തീർന്നില്ല. ഇനിയും ഇതുപോലെ രസകരമായ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. വി ആർ സൈനിങ് ഓഫ്. ബൈ.